ഹലോ സുഹൃത്തുക്കളെ, ഈ കാണുന്നത് വലയിട്ട് മീൻ പിടിക്കുന്നതാണ്. വല എന്ന് പറഞ്ഞാല് നീട്ടുള്ള വലയില്ല, റോണ്ട് വല, ഇങ്ങനെ ചാടി പിടിക്കുന്ന വലയാണ്. കാണിച്ചു തരാം. പിന്നെ ഇതില് നല്ല മീൻ കയറുന്നുണ്ട്. അധികം വലിപ്പമില്ല, ചെറിയ ചെറിയ മീനാണ് കയറുന്നത്. ഇതിങ്ങനെ കണ്ട് ഞാൻ ചൂണ്ടയിടുമ്പോൾ അതിന്റെ താഴേന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഇടുന്ന കണ്ടോണ്ട് പോയി നോക്കിയതാണ്. അപ്പം കുറച്ച് റിസ്ക് ആണ് പണി. വെള്ളത്തിലേക്ക് ഇറങ്ങണം. വെള്ളത്തിൽ ഇറങ്ങിയിട്ടാണ് ഇവരിടുന്നത്. പക്ഷെ നല്ല മീൻ കിട്ടുന്നുണ്ട്. ഇവര് ടീമായിട്ടാണ്, മൂന്നാലാൾ ടീമായിട്ട് വന്നിട്ട് ഒരു നാലാൾ ഒരുമിച്ച് വന്ന് രണ്ട് വലയായിട്ടാണ് ഇവരിടുന്നത്. രണ്ട് വല ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടാ കിട്ടുന്ന ഇങ്ങനെ മാലാനാണ് വരുന്നത്. മാലാന കുറെ മീനുകളുണ്ട്. പക്ഷെ നല്ല ഭംഗി, ഇത് നല്ല രസമുണ്ട് മീൻ പിടിക്കുന്ന കാണാന്. വലയില് ചൂണ്ടയിലിട്ട് പിടിക്കുന്നതിന് സമയം കളയലാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ വല സെറ്റാക്കിയിട്ട് മീൻ എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പാടെ റിസൾട്ടാണ്. അപ്പാടെ കൈയോടെ വല ഇടാ, അപ്പാടെ തന്നെ മീനിനെ കയറ്റി കരക്കയറ്റാ. ഇവർക്ക് നടുവിലേക്ക് ഇറങ്ങുന്നില്ല, സൈഡിൽ നിന്നാണ് ഇവരിടുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ചെറിയ മീനിനെ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ നടുവില് കുറച്ചങ്ങോട്ടിൽ പോയി ഇടാൻ ചൂണ്ടക്കാരെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഈ വലയിടുമ്പോ ശബ്ദം ഉണ്ടാവും. പിന്നെ വെള്ളത്തിന് അനക്കണ്ടാവും, മീനെല്ലാം ഓടിപ്പോവും. അതുകൊണ്ട് ഈ ചൂണ്ടക്കാരെല്ലാം ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഇവര് സൈഡിൽ നിന്ന് വന്നിട്ടാണ് ഇടുന്നത്. പാലത്തിന്റെ താഴെ സൈഡിലായിട്ടാണ് ഇവരിടുന്നത്. ഒരു സൈഡിലിട്ട് ഇങ്ങനെ ചെറിയ മീനാണ്. ഒരു ഇതൊരു വെറൈറ്റി മീൻ കണ്ട്, ഒരു മഞ്ഞ കളർ മീൻ കണ്ട് എടുത്തതാണ്. നല്ല നല്ല വീതിയായിട്ടുള്ള ഒരു മീനിന്റെ പേരെനിക്ക് അറിയില്ല. നല്ല ഭംഗിയുള്ള മീനാണ്. അവര് കിട്ടിയ മീനെല്ലാം ബക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. മാലാനും കുറെ ചെറിയ ചെറിയ മീനാണ് കൂടുതലുള്ളത്, വലിയതില്ല. അവര് ഇനി ഒരു 10 മണിക്ക് തുടങ്ങിയിട്ട് പുലർച്ചെ അവര് ഇടുന്ന ഇവര് പറഞ്ഞത്. അതുവരെ ഒന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്തെന്നുള്ളൂ. ഇവര് തുടങ്ങിയിട്ടുള്ളൂ. തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടേരോ അങ്ങനെ സംസാരിച്ച്. പിന്നെ ഇവരെ ഈ മീന് പിടിക്കുന്നവര് നാട്ടിലുള്ളവരല്ല, കണ്ണൂർ ജില്ലയിലുള്ളവരല്ല. ഇവര് വരുന്നത് വയനാട് നിന്ന് വന്നിട്ടാണ് തലശ്ശേരി വന്നിട്ട് വലയിടുന്നത് കേട്ടോ. തലശ്ശേരിക്കാരല്ല, വയനാട്ടുകാരാന്നാ പറഞ്ഞത്. നല്ല ആൾക്കാരാണ്, നല്ല സ്വഭാവമാണ്. മീനെല്ലാം കിട്ടുന്നുണ്ട്. നല്ല നല്ല അവര് രാവിലെ ആകുമ്പോഴേക്ക് നല്ല മീൻ കൊണ്ടുപോവര്. മീൻ പിടിക്കാൻ പോകുന്നവര് ഇതുപോലെ സെറ്റാക്കിയിട്ട് നല്ല അടിപൊളി വലയും കൈവല എല്ലാം എടുത്തുകൊണ്ട് പോയി വീശാൻ പഠിക്കണം. നല്ല വീശാൻ പറ്റുമെങ്കിൽ നല്ല മീനുമായിട്ട് വരാം. നല്ല മീനാണ്. മീൻ പിടക്കുന്നുണ്ടോ വലയെ കുടുങ്ങി പടച്ച് ഇതുപോലെ കിട്ടിയെങ്കിൽ മെനക്കെടാൻ തയ്യാറെങ്കിൽ രാത്രി പോയാൽ രാവിലത്തേക്ക് നല്ല മീനായിട്ട് ഫ്രഷ് മീന് കഴിക്കാം. ഇത് റോണ്ട് വല വാങ്ങിയിട്ട് പഠിക്കണം ഇങ്ങനെ ഇടാനല്ലോ. പക്ഷെങ്കില് അത് സേഫ്റ്റി അല്ല. സേഫ്റ്റി അല്ല എന്ന് പറഞ്ഞാൽ ഈ കടലിൽ വെള്ളമായിട്ട് ബന്ധമില്ലാതെ പോയിട്ട് കഴിഞ്ഞാല് അപകടങ്ങൾ കൂടും. പിന്നെ കുറെ ആള് പോകണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിടിക്കാനല്ലോ. വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടിടുന്നതല്ലേ, ചൂണ്ടയിടുന്ന പോലെ അല്ലല്ലോ, ചൂണ്ടൊക്കെ ഇറക്കുന്നിടുന്നതല്ലേ. വലയില് പിന്നെ ഇത് വല ഇങ്ങനെ കുടഞ്ഞിട്ട് മീൻ ഇങ്ങനെ എടുക്കണോ. ഓരോ മീനായിട്ട് ചെറിയ ചെറിയ മീനാണ്. ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മീനെടുത്ത് കൊണ്ടുപോയി. ഞാൻ ചൂണ്ടയിൽ കുറച്ച് കൂത്തിന് ചെറിയ മീനെല്ലാം പിടിച്ചിട്ട് ചൂണ്ടയിൽ കൊടുത്തോക്കുമ്പോ നമുക്ക് കിട്ടുന്നുണ്ട്. പാലത്തിലുള്ളവർക്കെല്ലാം കുറെ മീൻ എടുത്ത് കൊടുത്ത്, ചെറിയ മീനാ. ഇവര്